ബിഗ് ബോസ് മലയാളം സീസൺ 7 നോമിനേഷൻ അപ്ഡേറ്റുകളിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു നാലാമത്തെ ആഴ്ച നോമിനേഷൻ എന്ന് പറയുമ്പോൾ വമ്പൻ ടിസ്റ്റോട് കൂടി തന്നെയാണ് ബിഗ് ബോസ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ 7 കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു ടിസ്റ്റോട് കൂടി നടത്തിയ നോമിനേഷൻസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു നാലാമത്തെ ആഴ്ചയിൽ കണ്ടസ്റ്റൻസ് നോമിനേഷൻ ആയിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ആര്യൻ ലാലേട്ടൻ നമ്മുടെ പണിഷ്മെന്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ആഴ്ചയിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആഴ്ചയിലേക്ക് നമുക്ക് സ്വേച്ഛാധിപതികളായിട്ട് നമ്മുടെ നെവിനെയും ജിസേലിനെയാണല്ലോ കണ്ടസ്റ്റൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഗെയിമുകളും ടാസ്കുകളും ഒക്കെ വെച്ചിട്ട് ഈ ഒരാഴ്ചത്തെ സ്വേച്ഛാധിപതി ടാസ്കിൽ വിൻ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം അവരുടെ ഒരു ഡിസിഷൻ ഉണ്ട്, അവർക്ക് 2 കണ്ടസ്റ്റൻസിനെ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാം. അപ്പം അവരുടെ 2 ഡയറക്റ്റ് നോമിനേറ്റിൽ വന്നിരിക്കുന്നത് ഒന്ന് ആദിലയും അതുപോലെ തന്നെ അഭിലാഷുമാണ്. അഭിലാഷ് കഴിഞ്ഞ നോമിനേഷനുകളിലൊക്കെ നൈസായിട്ട് എസ്കേപ്പ് ആയി നിൽക്കുകയായിരുന്നു, നോമിനേഷനിലൊന്നും വരാതെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പം അഭിലാഷും ഈ ഒരു നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രൽ അടിച്ച് നിൽക്കുന്ന ആദില നോറയിലെ ആദിലേനെയും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ആദില നോറ ഇനി മുതൽ 2 കണ്ടസ്റ്റൻസ് ആയിരിക്കും, അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഓൾറെഡി ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, അതേപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. സോ ആദിലയും അഭിലാഷ് സ്വേച്ഛാധിപതികളായിട്ടുള്ള നെബിന്റെയും ജിസേലിന്റെയും ഡയറക്റ്റ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നു. അതിനുശേഷം കണ്ടസ്റ്റൻസിന്റെ നോർമൽ ആയിട്ടുള്ള നോമിനേഷൻസ് പ്രക്രിയയാണ്. അതിലേക്കും ബിഗ് ബോസിന്റെ ഒരു ട്വിസ്റ്റ് ആണ് ഈ ഒരു നാലാമത്തെ ആഴ്ച കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മുടെ സ്വേച്ഛാധിപതികൾ, ഈ ഒരാഴ്ചത്തെ സ്വേച്ഛാധിപതികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നെബിനും ജിസേലും ചേർന്ന് 7 കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കണം. അവർക്കായിരിക്കും നോമിനേഷൻ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു 7 കണ്ടസ്റ്റൻസിന് ബാക്കിയുള്ളവർക്ക് നോമിനേഷൻ ചെയ്യാൻ പറ്റത്തില്ല. 7 കണ്ടസ്റ്റൻസിന് മാത്രമേ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവര് തെരഞ്ഞെടുത്ത 7 കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ അനീഷ്, അക്ബർ, ഷാനവാസ്, ബിന്നി, ആര്യൻ, രണ, ഒനീൽ, ഈ 7 കണ്ടസ്റ്റൻസിനെയാണ് അവര് നോമിനേഷൻ പ്രക്രിയയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തത്. അടുത്തത് 8ാമത് ക്യാപ്റ്റന്റേതായിട്ടുള്ള പവർ ഉപയോഗിച്ച് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ഈ ഒരു 7 പേര് ആരൊക്കെയാണ് നോമിനേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ അനീഷ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നൂറ, അതുപോലെ തന്നെ രേണുവിനെ, അക്ബർ ഖാൻ വന്നിട്ട് രേണുവിനെയും അതുപോലെ തന്നെ ഒനീൽ സാബുവിനെയും, ഷാനവാസ് വന്നിട്ട് ബിന്നിനെയും അക്ബർ ഖാനെ നോമിനേറ്റ് ചെയ്തു. അതുപോലെ ബിന്നി വന്നിട്ട് രേണുവിനെയും ഒനീൽ സാബുവിനെയും നോമിനേറ്റ് ചെയ്തു. അടുത്തത് ആര്യൻ വന്നിട്ട് നോറേനെയും ഒനീൽ സാബുവിനെയും നോമിനേറ്റ് ചെയ്തു. അതുപോലെ തന്നെ രണ വന്നിട്ട് നോറേനെയും ഒനീൽ സാബുവിനെയും നോമിനേറ്റ് ചെയ്തു. ഒനീൽ വന്നിട്ട് നോറേനെയും രണ ഫാത്തിമേനെയും നോമിനേറ്റ് ചെയ്തു. അടുത്തത് ക്യാപ്റ്റൻ ആയിട്ടുള്ള ശരത് തപ്പാനി വന്നിട്ട് നമ്മുടെ ഒനീലിനെ ബിന്നിയെ നോമിനേറ്റ് ചെയ്തു. ഇതിൽ അക്ബർ ഖാനും അതുപോലെ തന്നെ രണ ഫാത്തിമയ്ക്കും ഓരോ വോട്ടുകൾ വീതം വന്നതുകൊണ്ട് അവർ നോമിനേഷനിൽ വന്നില്ല. ബാക്കി 2 വോട്ടുകളും 3 വോട്ടുകളും ഒക്കെ വന്ന് നോർമൽ നോമിനേഷനിൽ വന്നവര് ഇവരൊക്കെയാണ്. അതായത് നമുക്ക് 5 വോട്ടുകളുമായിട്ട് ഒനീൽ സാബു, അതുപോലെ തന്നെ 3 വോട്ടുകളുമായിട്ട് രണ ഫാത്തിമ, 4 വോട്ടുകളുമായിട്ട് നൂറ, അതുപോലെ തന്നെ 2 വോട്ടുകളുമായിട്ട് ബിന്നി. സോ ഈ ഒരു നാലാമത്തെ ആഴ്ചയിലേക്ക് നോമിനേഷനിൽ വന്നിരിക്കുന്ന 7 കണ്ടസ്റ്റൻസ് ഇവരൊക്കെയാണ്. ആദ്യം തന്നെ ഡയറക്റ്റ് പണിഷ്മെന്റ് നോമിനേഷനിലേക്ക് വന്നിരിക്കുന്ന ആര്യൻ, അതുപോലെ തന്നെ നമ്മുടെ സ്വേച്ഛാധിപതികളായിട്ടുള്ള ജിസേലിന്റെയും നെവിന്റെയും ഡയറക്റ്റ് ആയിട്ട് നോമിനേഷനിൽ വന്നിരിക്കുന്ന 2 പേരായിട്ടുള്ള ആദില, അതുപോലെ തന്നെ അഭിലാഷ്. നോർമൽ സ്വേച്ഛാധിപതികൾ തെരഞ്ഞെടുത്ത 7 കണ്ടസ്റ്റൻസ് ചേർന്ന് തെരഞ്ഞെടുത്ത് നോമിനേഷനിലേക്ക് വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള രേണു, ഒനീൽ, നൂറ, ബിന്നി, മൊത്തം 7 കണ്ടസ്റ്റൻസ്. അപ്പൊ നിങ്ങൾ പ്രേക്ഷകർ പറയൂ, ആരായിരിക്കും ഈ ഒരു വീക്ക് പുറത്തേക്ക് പോകാൻ സാധ്യത കൂടുതൽ? അത്യാവശ്യം സേഫ് ഗെയിം കളിച്ച് നിൽക്കുന്നവരും ന്യൂട്രൽ അടിച്ച് നിൽക്കുന്നവരും പ്രത്യേകിച്ച് ഒന്നും തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെയ്യാത്തവരും ഒക്കെ ഈ ഒരു നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ആരായിരിക്കും പോകുന്നതെന്ന് അറിയാൻ നമ്മൾക്കൊക്കെ കാത്തിരിക്കാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. എന്താണെങ്കിലും ബിഗ് ബോസിന്റെ ഈ ഒരു നോമിനേഷൻ പ്രക്രിയ കൊള്ളാം, അത്യാവശ്യം ടെസ്റ്റുകളും അത്യാവശ്യം വെറൈറ്റികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.